നമ്മുടെ അനീഷ് ആങ്കറാണ്, നടനാണ്, അതുപോലെ നല്ല ഒരു വ്യക്തിത്വമുള്ള നല്ല മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമുക്ക് വളരെയധികം അറിയാം. അദ്ദേഹം ഒരുപാട് രോഗങ്ങളിൽ കൂടെ കടന്നു വന്ന ആളാണ്. അതാണ് രേണുസുധിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ടായിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ടായിരുന്നു. രേണുസുധിയായിട്ട് മൂപ്പർക്ക് പരിചയമുണ്ട്, സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിങ്ങിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ക്യാൻസർ ആയിട്ട് നിൽക്കുന്ന സമയത്തും രേണുസുധീനെ ഒരുപാട് ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് വിഷമം തോന്നിയിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടുക, നിങ്ങൾ സഹായിക്കണ്ട, എന്തിനാ ആ കുട്ടീനെ വെറുതെ ദ്രോഹിക്കുന്നത്, രോഗം ഒരിക്കലും ഒരു തമാശയല്ല, അത് നമ്മൾ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ എന്നിട്ട് വളരെ ദുഃഖകരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ മനുഷ്യത്വം മരിച്ചിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അങ്ങനെയാണല്ലോ ഈ ഒരു പിന്തുണ കൊടുക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എത്രയോ ആൾക്കാരുണ്ട്, ആരും സിനിമയിലുള്ളവരുണ്ട്, സ്റ്റാർ മാജിക്കിൽ അഭിനയിച്ച നടന്മാരുണ്ട്, പല ആൾക്കാരുണ്ട്, എല്ലാവരും ഇത് രേണുസുധിക്ക് വളരെയധികം പിന്തുണയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഡോക്ടറെ നിഗമനം വന്നേക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് 1ാം സ്റ്റേജിൽ നമുക്കത് ചികിത്സിക്കേണ്ടതാണ്, വേണ്ട 2ാം സ്റ്റേജിലെങ്കിലും ചികിത്സിക്കേണ്ടതാണ്. പക്ഷെ ഇത് 4ാം സ്റ്റേജിലേക്ക് ആയി. ആ 4ാം സ്റ്റേജിലേക്ക് ആയപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചികിത്സിച്ച് പിന്നാക്കം, അത് ആ മരുന്നുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വില കൂടിയ മരുന്നുകളും ഡോസുള്ള മരുന്നുകളാണ്. ഇതിനാച്ചെങ്കിൽ ആരോഗ്യം തീരെ കുറവാണ്. ഒറ്റ കീമോല തന്നെ മൂപ്പരാകെ തകർന്ന് തരിപ്പണമായി, ഭക്ഷണം കഴിക്കാണ്ട് ആകെ ഛർദിയായിട്ട് ഒരാൾ 2 ആൾ പിടിച്ചാലാണ് ഏറ്റു നിൽക്കാൻ പറ്റുള്ളൂ. ആ സ്ഥിതിയിലേക്ക് കിടക്കുക. ഇനി ബാക്കിയുള്ള കീമോകളൊക്കെ എങ്ങനെ തരണം ചെയ്യും, അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ, ഒരു സർജറി ഉണ്ട്, അതെങ്ങനെ തരണം ചെയ്യുന്നു, ഒരു പിടുത്തമില്ലാണ്ട് ഡോക്ടർമാർ ഇരിക്കുന്നത്. ഡോക്ടർമാർ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും സ്ത്രീകൾ, ഇപ്പോൾ ഈ രേണു പറയണത് തന്നെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, 35 വയസ്സായ സ്ത്രീകൾ നിങ്ങൾ സ്വയമായിട്ട് നിങ്ങളുടെ ബ്രസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ശരീരത്തിൽ എവിടെയെങ്കിലും വല്ല വ്യത്യാസങ്ങളുണ്ടോ, അപ്പം തന്നെ നിങ്ങൾ ഡോക്ടറെ കാണും. കണ്ടില്ലേ, നമ്മൾ 1000 രൂപ ചിലവാക്കണോടത്ത് നിങ്ങൾക്ക് അപ്പോൾ ലക്ഷങ്ങൾ ചിലവാക്കിയാലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു രോഗമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസർ മാത്രമല്ല, എന്ത് രോഗം നമ്മൾ ആരംഭത്തിൽ കണ്ടുപിടിച്ച ചികിത്സിച്ചാൽ ഇപ്പോൾ പുല്ല് പോലെ മാറി നമുക്ക് നടക്കണം. അതിനുള്ള തെളിവുകൾ ഒരുപാട് സെലിബ്രിറ്റികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ സ്ത്രീകളും 35 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രസ്റ്റിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ തന്നെ നിങ്ങളൊരു മാമോഗ്രാം എടുത്ത് നോക്കണോണ്ട് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. അത് എടുത്ത് നോക്കണമെന്ന് രേണുസുധി പറയണത്. കാരണം രേണുസുധി അനുഭവിക്കുന്ന വിഷമങ്ങളും വേദനകളും അതിരിക്കുന്ന വിരൽ ചൂണ്ടുന്നത്. ഡോക്ടർമാർ തന്നെ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി 4ാം സ്റ്റേജിൽ നിന്ന് പിന്നാക്കം കൊണ്ടുവന്ന് ഈ രേണുവിനെ രക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ്. ആ ടാസ്കിൽ കൂടിയാണ് ഈ മെഡിക്കൽ സംഘം ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ശക്തി കൊണ്ടും മനോധർമ്മം കൊണ്ടും നേരിടുക മാത്രമാണ് ഇനി രേണുസുധിക്ക് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അതിൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സായി കൃഷ്ണ, സീക്രട്ട് ഏജൻറ്റ്, അദ്ദേഹം രേണുവിനെ കണ്ടു. അദ്ദേഹം ഒത്തിരി നല്ലൊരു പൈസ രേണുവിന് സംഭാവന കൊടുത്തു. രേണു കൈകൂപ്പി തൊഴുതാണ് അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞത്. സായി കൃഷ്ണയുടെ മനസ്സിൽ ഇത്രയും നല്ലൊരു ഹൃദയം ഉണ്ടെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സായി കൃഷ്ണ ഒരുപാട് മോശപ്പെട്ട വീഡിയോ രേണുസുധിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുധി കാണിക്കുന്നതും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതും നല്ലതായിട്ട് ഒരൊറ്റ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. എല്ലാം കുറ്റം പറഞ്ഞിട്ടും തേച്ച് ഒട്ടിച്ചിട്ടുള്ള വീഡിയോകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് രേണുസുധി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്, ഇങ്ങനെ നല്ലൊരു ഹൃദയം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കിയെന്നുള്ളത്. ആ തേച്ചിട്ടുള്ള വീഡിയോയ്ക്ക് ലക്ഷങ്ങൾ സായി കൃഷ്ണയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സായി കൃഷ്ണയ്ക്ക് ഒരു മനസ്താപം, വിഷമം, സങ്കടം എന്ന് വെച്ചാൽ അയാൾക്ക് കോടീശ്വരൻ്റെ അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ഒരാളെ നമ്മൾ ട്രോളിയിട്ട് നമുക്ക് ഇത്രയധികം പൈസയും കിട്ടി, അദ്ദേഹം ഒരു ക്യാൻസറാന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ ആശുപത്രി കിടന്ന് കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടണം. അപ്പം നമ്മളേലായത് അണ്ണാറക്കണ്ണനും തന്നാലായെന്ന് പറഞ്ഞ പോലെ ആ വീഡിയോ ചെയ്തതെന്ന് ഒരു പകുതി പൈസ കിട്ടിയെന്ന് പകുതി കാശ് ഞാൻ രേണുവിന് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തു. അത് കഴിഞ്ഞ് അതിനെ പറ്റിയിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ മൂപ്പരിപ്പോൾ വലിയ വാചാലനാവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെ ഒരാളെ ഇതുപോലെയൊക്കെ തേച്ച് ഒട്ടിച്ചൊരു ഒരു 2 കുട്ടികളുണ്ട്, ഒരു കുട്ടി ചെറുതാണ്, അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചു, ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ. ഞാൻ കാട്ടിക്കൂട്ടിയിട്ടാന്ന് വിചാരിച്ചാൽ പോരെ, അതിനകത്ത് 10 രൂപ കിട്ടുന്നതിന് ആർക്കാണ് അസൂയും കുശുമ്പും വേണ്ടത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇന്ന വരെ രേണുസുധിനെ മോശമായിട്ടിട്ട് ഒറ്റ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാറുമില്ല. ഞാൻ നല്ലത് മാത്രം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ളൂ. എനിക്കതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥ, അതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഈ തുക കൊണ്ടു കൊടുത്തിട്ട് ചെയ്ത പാവങ്ങളൊക്കെ ഇറക്കി വെക്കണം. അങ്ങനെയെങ്കിലും ചെയ്തല്ലോ. അപ്പം അതുപോലും ചെയ്യാത്ത കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. ലക്ഷങ്ങൾ രേണുവിന് വെച്ച് ഉണ്ടാക്കിയിട്ട്, രേണു ഉണ്ടാക്കിയാലും കൂടുതൽ ലക്ഷങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്.
എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പോഴും വളരെ മോശമായിട്ട് രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ കിടന്ന് കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. പിന്നെയും അവരെ പണി തുടർന്നുകൊണ്ടേ ഇരിക്കുക. പക്ഷേ ഇതിനൊക്കെ ഒരു ദിവസം നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതാണ് നമ്മൾ പറയണത്. അങ്ങനെ ഒരു പ്രായശ്ചിത്തം ചെയ്തു സായി കൃഷ്ണ. അതിന് നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുക. എന്തായാലും അത് ചെയ്തല്ലോ, അങ്ങനെ തുറന്നു പറയാനുള്ളൊരു മനസ്സുണ്ടായല്ലോ, അതന്നെ വലിയ കാര്യം സീക്രട്ട് ഏജൻറ്റിന്. അപ്പോൾ ഇത്രയ്ക്ക് നമ്മൾ പറയാനുള്ള, നമ്മളെ രേണു പറഞ്ഞ പോലെ 35 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും നിങ്ങളൊരു മാമോഗ്രാം എടുക്കുക. നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, ബ്രസ്റ്റിൽ ക്യാൻസർ വരാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക്, ഈ ഡോക്ടറും പറഞ്ഞത് തന്നെയാണ്, ഇഷ്ടംപോലെ ആൾക്കാർക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കാണ്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം കാണും, ഒരു ചെറിയ മുഴ കാണും, എന്തെങ്കിലും തടിപ്പ് കാണും, അത് ശ്രദ്ധിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഈ ശ്രീവിധിക്ക് ഉണ്ടായ പോലെയാണ്. ശ്രീവിധി എന്തുണ്ടായി? ഇതുപോലെ തന്നെ ബ്രസ്റ്റിൽ ക്യാൻസർ വന്നതാണ്. ഇങ്ങനെ ഒരു ക്യാൻസർ വന്നത് ആളറിഞ്ഞുമില്ല. കുറേ കഴിഞ്ഞിട്ട് ഇത് അറിഞ്ഞപ്പോൾ അത് പുറത്ത് പറഞ്ഞുമില്ല. കാരണം എന്താണ്? നിറഞ്ഞു നിൽക്കുന്ന ഒരു നടീന് അവർക്ക് ഇങ്ങനെ ഒരു ക്യാൻസറാന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് അത് വലിയൊരു വിഷമായി മാറും. പിന്നെ ചികിത്സിക്കാനുള്ള പേടി, മാമോഗ്രാഫി ചെയ്യാനുള്ള പേടി, അതുപോലെ തന്നെ അതിൻ്റെ സർജറി ചെയ്യാനുള്ള പേടി, ഇവരൊക്കെ പേടി കൊണ്ട് ഒളിച്ചു വെച്ചു. അപ്പോൾ എന്തുണ്ടായി? അതേ സ്ഥിതിയായിരിക്കും. പിന്നെ ചികിത്സ ഫലിക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. ചികിത്സിക്കാനുള്ള ആരോഗ്യം നമുക്കുണ്ടാവില്ല. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കീമോ ചെയ്യുമ്പോൾ. അതൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. എല്ലാവരും ശ്രദ്ധിച്ച് ജീവിക്കുക. ഇപ്പം എത്ര ശ്രദ്ധിച്ച് ജീവിച്ചാലും നമുക്ക് പോകേണ്ട സമയമാകുമ്പോൾ പോകണം. പോകേണ്ട സമയമാകുമ്പോൾ പോയാൽ പോരെ. ഇങ്ങനെ കിടന്ന് വേദന തിന്നണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്.